പിറവത്തെ സ്വന്തം പേരിൽ ഒരു തുണ്ട് ഭൂമി എന്ന പോഴിമലക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് വിരാമം. പോഴിമലയിലെ 48 കുടുംബങ്ങൾക്ക് സ്വന്തം പേരിലേക്ക് ഭൂമിയും ഭൂരേഖയും കൈമാറിക്കൊണ്ട് ഭൂരേഖ വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പോഴിമല മണ്ണിനി അവകാശികൾക്ക് സ്വന്തമാണ്. സ്വന്തം പേരിൽ ഒരു തുണ്ട് ഭൂമി എന്ന പോഴിമലക്കാരുടെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിനാണ് വിരാമമായത്. പോഴിമലയിലെ 48 കുടുംബങ്ങൾക്ക് സ്വന്തം പേരിലേക്ക് ഭൂമിയും ഭൂരേഖയും കൈമാറി. പിറവത്ത് പോഴിമല കോളനി നിവാസികൾക്ക് ഭൂരേഖ വിതരണം ചെയ്യുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സ്വാഭാവികമായിട്ടും റോഡുകളുടെ അറ്റകുറ്റപ്പണികളുടെ പൂർത്തീകരണത്തിന്റെ കാര്യത്തിൽ, ആരോഗ്യ മേഖലയിൽ നടത്തുന്ന ശ്രദ്ധേയമായിട്ടുള്ള പരിഷ്കരണങ്ങളുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും അംഗനവാടികളുടെ മാറ്റവും നടത്തുന്ന കാര്യത്തിൽ, മാലിന്യ സംസ്കരണത്തിന്റെ രംഗത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലിന്റെ വിപുലങ്ങളായിട്ടുള്ള പരിപാടികളിൽ, എം.എൻ. ഗോവിന്ദൻ നായരുടെ കാലത്ത് ആരംഭിച്ച ലക്ഷം വീട് കോളനികളെ ഒറ്റ വീടുകളാക്കി മാറ്റാനുള്ള പദ്ധതിയുടെ കാര്യത്തിൽ, ഇങ്ങനെ പുറമത്തെ നഗരസഭ ചെറിയ കാലയളവിനകത്ത് കൂട്ടായ പരിശ്രമത്തോടെ ഈ നഗരസഭയ്ക്കകത്ത് നേടിയെടുത്ത വിവിധങ്ങളായ പരിപാടികളെ സംബന്ധിച്ച് ദീർഘമായിട്ടുള്ള ചർച്ചയ്ക്ക് നിങ്ങൾ വിധേയമാക്കിയിട്ടുണ്ടാകും എന്നെനിക്കറിയാം. ഭൂമിയുടെ അവകാശികളായി ജനതയെ മാറ്റേണ്ടതുണ്ടെന്നും ആരും തന്നെ സ്വന്തമായി ഭൂമിയില്ലാത്തതിന്റെ പേരിൽ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പട്ടയമേളയുടെ ഭാഗമായി നിരവധി ജനങ്ങൾക്ക് സ്വന്തമായി ഭൂമി നൽകാൻ കഴിഞ്ഞത് അഭിമാനകരമായ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിറവം മാർ ഗ്രിഗോറിയോസ് കാതോലിക്കേറ്റ് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ MLA അനൂപ് ജേക്കബ് അധ്യക്ഷനായി. നമ്മളെ സംബന്ധിച്ച് ഇന്ന് പോഴിമല നിവാസികളെ സംബന്ധിച്ച് ഏറെ സന്തോഷവും അഭിമാനകരവുമായ സന്ദർഭങ്ങളിലൊന്നാണ്. 48 കുടുംബങ്ങൾക്ക് സ്വന്തം പേരിൽ അവരുടെ ഭൂമിയും അവർ കിടന്ന മണ്ണും അവരുടെ പേരിൽ ആധാരം ചെയ്ത് ഭൂരേഖയായി അവരുടെ കൈകളിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ് അയാളുടെ മണ്ണ് സ്വന്തമായി അവകാശിയായി നിലകൊള്ളുക എന്നത്. ഇവരെ പുനരധിവസിപ്പിക്കപ്പെട്ട് അവിടെ വന്ന് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും അതിന്റെ ഒറിജിനൽ രേഖകൾ അവർക്ക് ലഭിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം വളരെ വലുതാണ്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു, വൈസ് ചെയർമാൻ KP സലിം എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. ഏകദേശം 1997-98 കാലയളവിലാണ് നഗരസഭയിലെ PWD റോഡിന്റെ പുറമ്പോക്കിൽ റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ള ആളുകളെ മാറ്റി പാർപ്പിച്ച് പോഴിമലയിൽ 2 ഏക്കറോളം വരുന്ന ഭൂമി വാങ്ങിച്ച് സെക്രട്ടറിയുടെ പേരിൽ വാങ്ങിച്ച് ആ ഭൂമിയിൽ അവരെ പുനരധിവസിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഇത്രയും നാളായിട്ട് അവരുടെ പേരിലേക്ക് ആധാരം ചെയ്തു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. കാരണം അവരുടെ കെട്ടിടം അവരുടെ പേരിലാണെങ്കിലും ഇതിൻ്റെയൊക്കെ ശരിയായ ഉടമസ്ഥൻ സെക്രട്ടറിയുടെ പേരിലായിരുന്നു. പക്ഷെ നമുക്ക് അത് പോക്കുവരവ് ചെയ്തെടുത്തെങ്കിൽ മാത്രമായിരുന്നു അവരുടെ പേരിലേക്ക് അത് മാറ്റി കൊടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നമുക്കറിയാം, ഇതിനൊരു വലിയ ചരിത്രമുള്ള കാര്യമാണ് പോഴിമല നിവാസികളെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പിറവം പുള്ളിക്കൽ പ്രദേശത്ത് റോഡരികിൽ താമസിച്ച കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി പ്രൊഫസർ C. പോലോസ് പ്രസിഡന്റായിരുന്ന ഒരു സന്ദർഭത്തിലാണ് അത് ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, ജൂബി പൗലോസ്, ഷൈനി ഏലിയാസ്, കൗൺസിലർമാരായ ഏലിയാമ്മ ഫിലിപ്പ്, മോളി ബെന്നി, ഡോക്ടർ അജേഷ് മനോഹർ, തോമസ് മല്ലിപ്പുറം, രമ വിജയൻ, P. ഗിരീഷ് കുമാർ, രാജു പാണാലിക്കൽ, ജോജിമോൻ ചാരുപ്ലാവിൽ, മോളി വലിയകട്ടയിൽ, ഡോക്ടർ സഞ്ജിനി പ്രതീഷ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PB രതീഷ്, അഡ്വക്കേറ്റ് ജിൻസൺ വി പോൾ, CN സദാമണി, രാജു തെക്കൻ, നഗരസഭാ സെക്രട്ടറി V. പ്രകാശ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പിറവം അഞ്ചൽപ്പെട്ടി കൂത്താട്ടുകുളം റോഡരികിൽ താമസിച്ചിരുന്ന കുടുംബങ്ങളെ 1997 പോഴിമലയിലേക്ക് മാറ്റി താമസിപ്പിച്ചത്. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പിറവം ഗ്രാമപഞ്ചായത്ത് വാങ്ങിയ 2 ഏക്കറോളം സ്ഥലത്ത് 48 കുടുംബങ്ങൾക്ക് വീടൊരുക്കി. സ്വന്തം പേരിൽ ഭൂരേഖയില്ലാത്തത് പിന്നീട് വലിയ പ്രശ്നമായി അവശേഷിച്ചു. വിദ്യാഭ്യാസ വായ്പ പോലും കിട്ടാത്തത് വലിയ ദുരിതമായിരുന്നുവെന്നും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു, വൈസ് ചെയർമാൻ KP സലിം എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന നിരന്തര ഇടപെടലുകളാണ് വിജയം കണ്ടത്. റവന്യൂ മന്ത്രി ഭൂമിയുടെ രേഖകൾ ഉടമകൾക്ക് കൈമാറിയതോടെ പോഴിമലക്കും പിറവം നഗരസഭയ്ക്കും കൈവന്നത് ജനക്ഷേമത്തിന്റെ പുതിയ മുഖമാണെന്നും ജനങ്ങൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിറവം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്
ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.